NDA സർക്കാർ രൂപീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പ്രധാന ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ ഇതുവരെ ബിജെപിക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് നടക്കുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദിയെ നേതാവായി തെരഞ്ഞെടുക്കുമെങ്കിലും TDP JDU കക്ഷികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ബിജെപിക്ക് മുന്നോട്ട് പോകാനാകില്ല. ബിജെപിയുടെ ഫോർമുല ഇരു കക്ഷികളും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. യോഗം ചേരുന്നത് പിന്നാലെ കാവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 3-ാം ദിവസമാകുമ്പോഴും വകുപ്പ് വിഭജനത്തിൽ ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ NDAയ്ക്കായിട്ടില്ല. 6 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും സ്പീക്കർ പദവിയും ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയും ആവശ്യപ്പെട്ടാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു ഡൽഹി തുടരുന്നത്. ഗതാഗതം, ആരോഗ്യം, കൃഷി, ഗ്രാമവികസനം, IT വകുപ്പുകളിൽ TDPക്ക് നോട്ടമുണ്ട്. JDU ആകട്ടെ റെയിൽവേ അടക്കം 3 പ്രധാന വകുപ്പുകൾ വേണമെന്ന ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല, അഗ്നിപഥ പദ്ധതി അടക്കം പുനഃപരിശോധിക്കണമെന്ന ഉപാധിയും മുന്നോട്ട് വെച്ച് BJPയെ വെട്ടിലാക്കുകയും ചെയ്തു. 2 കക്ഷികൾക്കും 3 വീതം ക്യാബിനറ്റ് പദവി നൽകാമെന്നാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ അമിത്ഷായും രാജ്നാഥ് സിംഗും അറിയിച്ചത്. എന്നാൽ ഈ ഫോർമുലയ്ക്ക് നിതീഷ് ചന്ദ്രബാബു നായിഡുവും മറുപടി നൽകിയിട്ടില്ല. ആഭ്യന്തരം, ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, IT തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകാനാവില്ലെന്ന് BJP ഘടകകക്ഷികളെ അറിയിച്ചു. വകുപ്പ് വിഭജനം ഇന്നത്തെ യോഗത്തിൽ പൂർത്തിയാകുമെന്ന് BJP നേതാക്കൾ പറയുമ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടത്താനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും പ്രതിസന്ധി തുടരുന്നതിനാൽ ഞായറാഴ്ചത്തേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. ന്യൂസ് മലയാളം, ഡൽഹി.